ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാണ് കേട്ടോ. പിന്നെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ കിളികളുടെ ഒരു ശബ്ദവും അതുപോലെ തന്നെ ഇരുട്ട് മാറി വെളിച്ചം വരുന്നതും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബാണ് അല്ലേ ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നേരത്തെ തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജിയാണ് ആ ദിവസം മുഴുവൻ. ഒട്ടും തന്നെ അലസതയും മടിയും ഒന്നും തന്നെ നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം വൈകി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ദിവസം അയ്യോ വളരെ കഷ്ടമായി എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് വെളുപ്പിനെ എഴുന്നേൽക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റിട്ട് ഇന്ന് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിണറ്റിൽ വെള്ളം കുറവായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ടാങ്കിലേക്ക് വെള്ളം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കയറി പോകുന്നില്ല കേട്ടോ. നേർത്താണ് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ അടിച്ച് കിച്ചണിലൊക്കെ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. കണ്ടോ, ഉറക്കം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അല്ലിയൊക്കെ ഇപ്പോഴും കിടക്കാണ്. പക്ഷേ നിക്കുമോന് പുറത്തേക്ക് ചാടണം എന്നുണ്ട് കേട്ടോ. അവൻ മാത്രം എഴുന്നേറ്റ് നിൽക്കൽ, അങ്ങോട്ട് നടക്കൽ ഇങ്ങോട്ട് നടക്കലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂട് തുറന്ന് പിടിച്ച് കഴിഞ്ഞപ്പോൾ അവന് ഇനി ഒന്ന് കൈയിട്ട് ഇങ്ങോട്ട് നീക്കി കൊടുക്കണം. എന്നാലാണ് കേട്ടോ അവന് ഫസ്റ്റ് തന്നെ ഇറങ്ങാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാവുള്ളൂ. അങ്ങനെ അവനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അവൻ ഇറങ്ങി കിട്ടിയ ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായിട്ട് കിടക്കാം. കാരണം ഇവന് കൂവി നടക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ പൂവൻ കോഴിയാകുമ്പോൾ രാവിലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അവനെ പുറത്തേക്ക് ഇറക്കുന്നത് കേട്ടോ. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ തരണം ചെയ്യലാണ് നമ്മുടെ ജീവിതം അല്ലേ. അപ്പോൾ ഒന്ന് വരുമ്പോൾ അത് തരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസവും സന്തോഷം ഒക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരും, പിന്നെ അത് പരിഹരിക്കുക. അങ്ങനെ തന്നെയാണ് എന്ത് തന്നെയായാലും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പരിഹരിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കും അല്ലേ. അല്ലാതെ അതൊന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പകച്ച് നിൽക്കേ, തളർന്നു പോവേ, അയ്യോ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമിച്ച് നടക്കുക, അങ്ങനെ ഭാരിച്ച മനസ്സുമായിട്ട് നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയേ ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറിക്കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട് കേട്ടോ. എൻ്റെ കറ്റാർ വാഴത്തൈ ഒരുവിധം വലുതായിട്ടുണ്ട് അല്ലേ. എത്ര കുഞ്ഞായിരുന്നു, ഇപ്പോൾ ദേ പുറത്തേക്കൊക്കെ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വശത്തെ ചെടികൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം മോട്ടർ അടിക്കുമ്പോൾ ഇവിടെ വെച്ച് വെള്ളം പിടിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് വരും. അതുകൊണ്ട് ആർത്ത് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഓസ് അങ്ങോട്ട് വിടിയിച്ചിട്ട് പാത്രങ്ങളിലൊക്കെ പിടിച്ച് കൊണ്ടുപോയും കഴിഞ്ഞ് കിച്ചണിൽ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുളിക്കാനും മറ്റിനൊക്കെ നമുക്ക് വെള്ളം മുകളിലേക്ക് വരുന്ന വെള്ളം തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എന്നാൽ ഇതാവുമ്പോൾ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. നല്ല നമുക്കാണെങ്കിൽ ഈ ജലനിധിയുടെ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് വന്നിട്ടില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 8-9 ദിവസമായിട്ടുണ്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ ഈ കിണറാണ് ആശ്രയം. കിണറ്റിലെ വെള്ളം വറ്റില്ല, പക്ഷെ കുറച്ച് അങ്ങോട്ട് താഴ്ന്നു പോയിരിക്കുകയാണ് കേട്ടോ. വെള്ളം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം തന്നെ ചെയ്യുന്നത് കുളിക്കലാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി ജോലികൾ കഴിഞ്ഞ പോലെയാണ് തോന്നുക. ഇവിടെ വെള്ളത്തിനൊരു ക്ഷാമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ പരമാവധി പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ പിങ്ക് കളറ് ചെടിക്കാണെങ്കിൽ ഇത്തിരി കൂടുതൽ വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി വലിയ ചെടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇപ്പോൾ പാത്രം കഴുകായാലും അരി കഴുകുന്ന വെള്ളമായാലും അങ്ങനെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന എല്ലാ വെള്ളങ്ങളും ഇപ്പോൾ അത് സേവ് ചെയ്തും കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് നനയ്ക്കുന്ന ആ ശീലമൊക്കെ 1-2 ആഴ്ചയായിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ കൂടുതൽ വെള്ളം ചേർത്തും കഴിഞ്ഞിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പൂക്കളുടെ വലിപ്പമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ ആ തിക്കും ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോലും എല്ലാവിടെയും നിറയെ പൂക്കളൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മനുഷ്യന് എന്തെങ്കിലും പ്രതിസന്ധികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകരുത് കേട്ടോ. ചിലർക്ക് അത് ഒരു ഉറ്റ സുഹൃത്തിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരിക്കും, അപ്പോൾ തന്നെ അതിൻ്റെ ആ വിഷമം, മനസ്സിൻ്റെ ആ വിഷമം അങ്ങോട്ട് കുറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കണം അല്ലേ. നല്ലൊരു ആശ്വാസവാക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ അവർക്കൊരു സമാധാനം കിട്ടും അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കാതെ നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ.
ഈ പൂക്കൾക്കാണെങ്കിൽ ഒരു തുള്ളി വെള്ളം വേണ്ട കേട്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ കൂടെ നോക്കുന്ന പോലെയല്ല, നേരിട്ട് കാണാനായിട്ട് നല്ല കളറാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരിനെ കുറിച്ച് ഇങ്ങനെ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. ഓരോ നാട്ടിലും ഓരോ പൂക്കളാണല്ലോ. ശരിയാണ് കേട്ടോ, ഇത് പൂജയ്ക്ക് എടുക്കാത്ത പൂക്കൾ തന്നെയാണ് കേട്ടോ. പക്ഷെ പേര് ഇവിടെയൊക്കെ ഇങ്ങനെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഇതാ വാഴക്കൊല ഒടിഞ്ഞ് കിടക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞിട്ട് കൊല ഇപ്പോൾ ചെറുതായി ചെറുതായി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പയർ മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മളിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒന്നൊക്കെ തൂവി കൊടുത്തും ഒക്കെ ആയിട്ട് അടച്ച് മൂടി വെച്ചും കഴിഞ്ഞ് ഇളക്കി ഇളക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ. കായയുടെ ഒപ്പം ഈ പയറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ കായ അടുപ്പിച്ച് വെച്ച് വെച്ച് മട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് വേണ്ട ഇത് തന്നെ മതി എന്ന് വിചാരിച്ചു. ഇതിലാണെങ്കിൽ വെള്ളരിക്ക ഇട്ടും കഴിഞ്ഞിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ലേശം ഒരു ചാറ് കറി വേണമല്ലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് നമ്മളത് വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നാളികേരം അരച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറിയായിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടല്ലോ നമ്മുടെ കുട്ടിപ്ലാവിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചക്കകൾ നിൽപ്പുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊരു ചക്ക ഇട്ടും കഴിഞ്ഞിട്ട് കറി വെക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മൂത്ത ചക്ക അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മുറിക്കുമ്പോൾ മൂത്തതായിരിക്കും, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വെട്ടി നോക്കിയപ്പോൾ മൂത്ത ചക്ക തന്നെയാണ് കേട്ടോ അയക്കണം. അപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി കേട്ടോ. ഈ കായക്കൊല ഒടിഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ വീട്ടിൽ ചക്കയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് എടുത്തും കഴിഞ്ഞിട്ട് കറി വയ്ക്കാനൊക്കെ കിട്ടും കേട്ടോ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ പ്ലാവില്ല മാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എപ്പോഴാണോ നമുക്കതൊക്കെ ആവശ്യമായിട്ട് തോന്നുന്നത് ആ ഒരു ദിവസമെങ്കിലും നമ്മൾ അതിൻ്റെ തൈകളൊക്കെ വാങ്ങി കഴിഞ്ഞ് വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ ഇതാ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല മൂത്ത കുരുവൊക്കെയാണ്. അപ്പോൾ കുരുവൊക്കെ നമുക്ക് മാറ്റി വയ്ക്കുക, വേറൊരു ദിവസം വെക്കാമല്ലോ. അങ്ങനെ ചക്കുപ്പേരിയൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് അടിപൊളിയാണ്, അല്ലെങ്കിൽ കഞ്ഞി കൂട്ടിയൊക്കെ കഴിക്കാനും അടിപൊളിയാണല്ലോ. അങ്ങനെ ചക്കുപ്പേരിയൊക്കെ അടച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗ്രോ ബാഗിലുണ്ടായിരുന്ന കുഞ്ഞു തൈകളൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെണ്ട തൈകളൊക്കെ പുറത്ത് മുറ്റത്ത് വെക്കണം എന്നുണ്ട്, പക്ഷേ വെള്ളം കുറവായ കാരണം അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വാടിപ്പോകുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ പറ്റാവുന്ന അത്ര തൈകൾ ഇതിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വെള്ളരിക്കയുടെ തൈകളൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ വള്ളി വീശി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മണ്ണ് ഉണക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓലിട്ട് കൊടുത്തിട്ടും പിന്നെ ഈ പ്ലാവിലകളൊക്കെ അവിടെ വീണ് കിടക്കുന്നത് കൊണ്ടൊക്കെ ആയിട്ട് അതിനധികം അങ്ങോട്ട് ഉണക്കമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് രമേശ് ചേട്ടൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉള്ളി സവാളയും കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുമല്ലോ, അപ്പോൾ ആ ചന്ദനത്തിരിയും കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുള്ള ചന്ദനത്തിരി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വിടും കേട്ടോ, ഇന്നത് വാങ്ങിക്കൊണ്ട് വരണം എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഉള്ള ഒരു ചന്ദനത്തിരി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഉള്ളിയിട്ട് വെക്കുന്ന സ്റ്റാൻഡിലൊക്കെ എടുത്ത് വെക്കണം. ചന്ദനത്തിരിയാണെങ്കിൽ ഭഗവാന്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരത്തെ ജോലികളിലേക്ക് കടക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.